അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി വന്നതാണ് കേട്ടോ. പുറത്ത് പോയി വന്നപ്പോഴത്തേക്കും രാവിലത്തെ പണിയുടെ ആണോ ഈ അലച്ചിലിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. കുറച്ച് നേരം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഒരു ക്ഷീണം, ഭയങ്കര ചൂടെടുക്കുന്ന പോലത്തെ ഒരു ഫീൽ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു. ഈ ചെറിയ പഴമില്ലേ, എന്താ ഞാൻ പറയുക, ചെറുപഴം. അത് ഇവിടുത്തെ ഒരു കർപ്പൂരവല്ലി എന്ന് പറയുന്ന ഒരു പഴം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ചെറുതാണ്, ഇത്ര സൈസിൽ കുറച്ച് ഗുണ്ടുമണിയായിട്ടുള്ള പഴം. അത് ഭയങ്കര മധുരമുള്ള പഴമാണ് കേട്ടോ. അപ്പം അത് ഞാൻ കുറച്ച് പഴുത്തു പോയി. എന്നാൽ പിന്നെ അത് ഷേക്ക് ആക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് അത് നുറുക്കിയിട്ടിട്ടുണ്ട്. 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൂസ്റ്റ് ഇല്ലേ, ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ്. നമ്മൾ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ബൂസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ഒരു രസമൊക്കെ വരല്ലേ. ഷേക്കൊക്കെ കുടിക്കുമെങ്കിലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷനിൽ ഷേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലൊക്കെ കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്മൂത്തിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മധുരമൊന്നും ചേർക്കാറില്ല. ഈ പഴത്തിന് അത്യാവശ്യത്തിന് നല്ല മധുരമുള്ള പഴമാണ്. എന്നാലും ഒരു 2 സ്പൂൺ പറയുമ്പോൾ ചെറിയ സ്പൂണാണ്. അതിന് അളവിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. പിന്നെ പാല്, തണുത്ത പാൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്തിട്ടുള്ള പാൽ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് തണുത്ത സാധാരണ കാച്ചി എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് പാലിനെ കട്ട പിടിപ്പിച്ചിട്ടും ചേർത്താൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പം നമുക്കിത് ഉണ്ടാക്കിയിട്ട് കുടിക്കാം. ഇത്ര ഐറ്റംസ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാക്കറ്റ് ബൂസ്റ്റേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, ഒത്തിരി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ്, 5 രൂപയുടെ പാക്കറ്റാണ്. പിന്നെ പാല്, ഇന്ന് ഒപ്പത്തിനെ ഞാൻ പാലിപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുത്തുകൊണ്ട് വരാം. തനക്കുട്ടീനെ കണ്ടോ? അവൾ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ നിഴൽ പോലെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ആളിച്ചിരിക്കോളം ഉള്ളൂ എങ്കിലും ഭയങ്കര മെച്യൂർഡായിട്ട് പെരുമാറുന്ന ഒരാളാണ് കേട്ടോ തനക്കുട്ടി. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട, അവളെല്ലാം കണ്ടറിഞ്ഞ് നോക്കി കണ്ടൊക്കെ ചെയ്യും. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അവളൊന്ന് ട്രൈ ചെയ്യാനെങ്കിലും ശ്രമിക്കാറുണ്ട് കേട്ടോ. തിക്കാണോ അല്ലേന്ന് നോക്കിയിട്ട് പാൽ ആഡ് ചെയ്താൽ മതി. ഇത് ഇച്ചിരി തിക്നെസ് കൂടുതലാണ്, അപ്പോൾ ഇച്ചിരി കൂടി ഞാൻ പാൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ്സിലൊക്കെ ട്രൈ ചെയ്യണ്ടേ? നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലൊരു ഗ്ലാസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുള്ളൂ. നമുക്ക് ഇതിട്ട് ഐസ്ക്രീമിൻ്റെ ഗ്ലാസ്സല്ലേ, തെറ്റിപ്പോയി, വേറെ ആയിരുന്നു. ഇത് നമുക്ക് ഒഴിക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ആവാം. കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഷേക്ക്. ഈ ബൂസ്റ്റും മധുരമൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇതിൽ കുറച്ച് ഓട്സും കൂടി ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ ഡയറ്റോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ പ്ലാനൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അതിന് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല ഫില്ലിങ്ങും ആയിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ബുൾസയും കൂടി ആവാം കേട്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുകയൊക്കെ ആണെങ്കിൽ. എന്നാൽ പിന്നെ എപ്പോൾ വയറ് നിറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഷേക്ക് നമുക്ക് പിക്കുമോന് തന്നെ ആദ്യം കൊടുത്തു നോക്കാം. അവൻ എന്താ അഭിപ്രായം പറയാൻ നോക്കാമല്ലോ. വൈ ദ വേ പിക്കു അവിടെ ഇരുന്ന് കേഴ്സീവ് ഹാൻഡ് റൈറ്റിംഗ് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ വെക്കേഷനൊക്കെ ആയ കാരണം കൊണ്ട് ഒരു ബുക്കൊക്കെ തൊടൽ വളരെ കുറവാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഒന്ന് എഴുതി എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കുടിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെക്കേഷൻ ആണെന്നും പറഞ്ഞിട്ട് ഇവിടെ വെറുതെ ഇരുത്താറൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാവില്ലേ. എഴുതാനും ആ കൈൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അതാലോചിച്ചിട്ടാണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് എഴുതാനൊക്കെ ഒരു മണിക്കൂറൊക്കെ എന്തെങ്കിലും വായിക്കുക എഴുതുകയൊക്കെ ചെയ്യണമെന്ന് പറയാറുണ്ട് എല്ലാ ദിവസവും കേട്ടോ. എല്ലാ ദിവസമൊക്കെ ഫോളോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുന്നതിൻ്റെ ഒരു ടൈമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. കാരണം നാട്ടിൽ പോകണം എന്നുള്ള ആവശ്യമുള്ള കാരണം കൊണ്ട് എന്ത് പറഞ്ഞാലും അനുസരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. വൈകുന്നേരമൊക്കെ കളിക്കാൻ പോവും, അങ്ങനെയൊക്കെ ആയിട്ട് സമയം അല്ലെങ്കിൽ ടി വി കാണും. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ.
അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പിക്കുവിന് കൊടുത്ത സ്ഥിതിക്ക് ഇനി തനുകുട്ടിക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പൊട്ടണ ചില്ല് ഗ്ലാസ്സിൽ കൊടുക്കാത്തതിൻ്റെ ഒരു ചെറിയ പിണക്കം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടൊരു കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലാണ് അവൾക്ക് ആക്കി കൊടുത്തത് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ആ ഒരു ഗ്ലാസ് എടുത്തത്. അപ്പോൾ അവൾക്കത് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും ഞാനും കൂടി ഇതേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ. ശരത്തേട്ടൻ അതിൽ ബൂസ്റ്റ് ഇട്ട കാരണം കൊണ്ട് ശരത്തേട്ടൻ കുടിക്കില്ല കേട്ടോ. പൊതുവേ ശരത്തേട്ടൻ അങ്ങനെ ഷേക്കൊന്നും കുടിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. പിന്നെ മധുരം ഒട്ടും കഴിക്കാറില്ല, ഒരുവിധം കഴിക്കാണ്ട് തന്നെ നോക്കുമില്ല. പായസമൊക്കെ വല്ലപ്പോഴും വെക്കുകയാണെങ്കിൽ കുറച്ച് കുടിക്കുമെന്ന് മാത്രമല്ലാണ്ട് ആൾ അങ്ങനെ പൊതുവേ മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് കഴിക്കണം തോന്നിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് എൻ്റേത്. സ്ട്രിക്റ്റായിട്ടൊന്നും അങ്ങനെ ഫോളോ ചെയ്യാറില്ല കേട്ടോ. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉഷാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെയാണ് തലകുത്തി നൃത്തമൊക്കെ. ഇപ്പോൾ ഇവർ കരാട്ട ക്ലാസ്സിന് പോകുന്ന കാരണം കൊണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ കലാപരിപാടികൾ കേട്ടോ. എത്ര നേരം ഇങ്ങനെ തലകുത്തി നിൽക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. നമുക്ക് നോക്കാമല്ലേ എന്താവുമെന്ന്. ഞാൻ ഐ വിൽ കൗണ്ട്. 1 2 3 4 5 6 7 8. ശരത്തേട്ടൻ അവിടെ ഇരുന്ന് പറയായിരുന്നു കുടിച്ച ഷേക്കൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും ബാധിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നല്ല നിൽക്കേണ്ടതെന്ന് എനിക്കും അറിയാം. എന്നാലും പിന്നെ അവർ ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വേണ്ട എന്ന് ഞാൻ ഒന്നിനും നിരുത്സാഹപ്പെടുത്താറില്ല കേട്ടോ. എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. ഹാംഫുൾ അല്ലാത്ത എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്തോളാം പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ. 31 32 33 34 35 36 46 47 48 49 50 51 52 53 54 55 60. ഞാൻ നിൽക്കിപ്പോൾ തനുവിൻ്റെ പപ്പ നിൽക്കാൻ തോന്നില്ല. അത് ചെയ്യാം. മഴ പെയ്യാനാണെന്ന് തോന്നുന്നു. സൂര്യൻ്റെ ഒരു മറയ്ക്കപ്പുറം നിൽക്കുന്നുണ്ട് മേഘങ്ങൾക്കിടയിൽ. പുറത്തോട്ട് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അടുത്ത ദിവസമായി നമ്മളിവിടെ ചെറിയ പരിപാടിയിലാണ് കേട്ടോ. ഞാനപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിന് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു ഞാൻ. രാവിലെ തന്നെ കുറച്ച് നേരത്തെ, ഞാൻ സാധാരണ എണീക്കുന്നതിന് കഴിഞ്ഞു കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോറൊക്കെ ഇവിടെ റെഡി ആവാണ്. ആക്ച്വലി ഇവിടുത്തെ വരെ നമ്മുടെ ചോറൊക്കെ കഴിക്കൽ ഇല്ല. ഞാനൊരു ചെറിയ കൺഫ്യൂഷൻ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ശരി നോക്കാം എന്ന് വിചാരിച്ചു. ഒരാളൊക്കെ കഴിക്കുന്ന ആളുണ്ട്, 1-2 പേര്. അപ്പോൾ അത് കാരണം കൊണ്ട് ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ചെറിയ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഇടിച്ച മിളകില്ലേ അതൊക്കെയാണ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത്. ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇടിച്ച്, ഞങ്ങൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ പപ്പായയാണ് ഉപ്പേരി വയ്ക്കുന്നത്. ഉപ്പേരി എന്ന് വെച്ചാൽ നമ്മുടെ മെഴുക്കുവരട്ടി. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ പപ്പായ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല മഞ്ഞ കളറല്ലേ, എനിക്കെന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ മെഴുക്കുവരട്ടി തയ്യാറായി. പിന്നെ നമ്മുടെ ചോറ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കലത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചതാണ്, ഒന്ന് ചൂടായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ പരിപ്പ് കുത്തിയാച്ചിതില്ലേ അതൊക്കെയാണ് കേട്ടോ. സാധാരണ നാടൻ വിഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടുത്തുകാർക്ക് അറിയില്ലല്ലോ ഇത് വെറും നാടനാണ് എന്നുള്ളത്. വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ച് അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ചുട്ടരച്ച് ചമ്മന്തി അരയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് ചുട്ടെടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക. പിന്നെ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയപ്പം മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്ന് ചൂടായി. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വാളംപുളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ടെടുത്ത് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം.
ഇത് പിന്നെ നമ്മുടെ സ്വന്തം ഓംലെറ്റ്. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നല്ല ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വലിയൊരു പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് പൊട്ടാണ്ടൊക്കെ ഇങ്ങനെ വൃത്തിക്ക് കിട്ടി. എന്തായാലും നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ പൊട്ടും, എന്നാലും കുഴപ്പമില്ല. അതേ സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നല്ല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി കാച്ചി ഒഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അതും കൂടി അങ്ങ് ചെയ്തിട്ടുണ്ട്. അതായത് കുത്തി കാച്ച എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഷയിൽ പരിപ്പ് കുത്തി കാച്ചിയത് എന്ന് പറയും. അപ്പോൾ ആ സംഭവമാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് കട്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. കുറച്ചൊരു ചാറായിട്ട് ഇരിക്കുന്നതോറും കട്ടി വരും. നമ്മൾ പൊതിയുമ്പോഴത്തേക്ക് ആവുമല്ലോ. ബൈ ദ വേ, ഞാനിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ. നമ്മുടെ പൊതിച്ചോറ്, നമ്മുടെ സ്വന്തം നാടിൻ്റെ സ്വന്തം അഭിമാനമായ പൊതിച്ചോറാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഞാനിത് മുന്നേ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, എന്നാലും മുൻപ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതെനിക്കൊരു നോസ്റ്റു കൂടിയാണ്. പണ്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് ഡാൻസൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മ ഇങ്ങനെ പൊതിച്ചോറ് കെട്ടി തരാറുണ്ട് കേട്ടോ. എനിക്ക് കാലത്തൊക്കെ പോയ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും രാത്രി വരയ്ക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ പണ്ട് പൊതിച്ചോറ് ഒത്തിരി കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ അതൊരു മെമ്മറി ആയിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ പൊതി കെട്ടുമ്പോഴത്തേക്കും എനിക്ക് അമ്മേനെയാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തടവി കൊടുത്തിട്ടാണ് ഞാൻ വാഴയില വാട്ടിയെടുത്തത്. അപ്പോൾ നല്ല മണം ഉണ്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് ചോറിട്ടു. ചോറ് ആവശ്യത്തിന് തികയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പരിപ്പും സൈഡിൽ നമ്മുടെ ചമ്മന്തി ഇങ്ങനെ ഉരുട്ടിയൊക്കെ വെച്ചു. പിന്നെ ഒരു 2 ഇലയിൽ മത്തി പൊരിച്ചതും നമ്മുടെ ഓംലെറ്റും കൂടിയും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് പൊതിയാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഈ ഇല പൊട്ടാനായിട്ട് പാടില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇലയെങ്ങാനും കീറുമോ എന്നുള്ളത്. പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. നല്ല ഭംഗിയായിട്ട് അതങ്ങ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നവർക്ക് അതൊരു പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ പൊതിച്ചോറൊന്നും വാങ്ങാൻ കിട്ടുമായിരിക്കും. പക്ഷേ എല്ലായിടത്തൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ താമസിക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോളാം. ഇതിപ്പോൾ ഈസി പരിപാടിയാണ്, നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും വാങ്ങിക്കാൻ കിട്ടുന്ന ഇടം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കൊതി തോന്നി ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ പൊതിച്ചോറൊക്കെ കെട്ടി വന്നപ്പോഴത്തേക്കും ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ ഒരു ബഹളമായിരുന്നു. കുളിക്കുന്നു, ഡ്രസ്സ് ഇടുന്നു, വേഗം വണ്ടി എടുക്കുന്നു, പോകുന്നു. ചെന്നപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ വെക്കേഷൻ ആയ കാരണം കൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ബോറടിക്കുന്നതിനനുസരിച്ച് എന്തെങ്കിലും കളിക്കുക പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ കബഡി കളിക്കാമെന്ന് പറഞ്ഞിട്ട്, കബഡി ഇല്ലേ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഷെല്ലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പേപ്പറിലൊക്കെ വരച്ചിട്ടൊക്കെ കളിച്ചു. അപ്പോൾ ഇന്നൊരാഗ്രഹം, പിസ്ത ഷെല്ല് വെച്ചിട്ടാണ് ഇന്നലെ കളിച്ചത്. അപ്പോൾ ഇന്നൊരാഗ്രഹം തോന്നിയ കാരണം കൊണ്ട് ഞാൻ ഷെല്ല് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കളിക്കാമെന്നും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്ന സമയമാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകും. ഇവരൊക്കെ ചിലർ കഴിക്കും, ചിലർ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ ടൈമിനനുസരിച്ച്. അപ്പോൾ എന്താണെങ്കിലും ഒരു സ്നാക്ക് ടൈം ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അപ്പോൾ ആ ഒരു ടൈമാണ്. എല്ലാ ദിവസവും ഇങ്ങനെയാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, ഞങ്ങൾ ഒരുമിച്ചിരിക്കും, എല്ലാത്തിനും കൈയിട്ട് വാരി കഴിക്കലാണ് പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് കളിയിലേക്ക് ഇരുന്നു. ചിരിച്ച് മണ്ണ് കപ്പും കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഡയലോഗ് അടിയാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ ഒരു വൈബിനൊത്ത ആൾക്കാരാകുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും അവിടെ ജോലി ചെയ്യാനായിട്ട്. ദൈവം സഹായിച്ച അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉച്ച നേരമായി നമ്മുടെ സർപ്രൈസും പൊട്ടിക്കാണ് ടൈമായി. അത് സ്ലോലി ഓപ്പൺ. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാനുള്ളൊരു ചെറിയ കാരണം ഞാൻ പറയാം കേട്ടോ.
അപ്പോൾ ഇത് സാൻഡ്രയാണ് കേട്ടോ, റെഡ് കളർ ചുരിദാർ. അപ്പോൾ സാൻഡ്ര എന്നോട് ചോദിക്കായിരുന്നു ഇവിടെ എവിടെയാണ് പൊതിച്ചോറ് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു, കാരണം മേലെ ടീച്ചേഴ്സ് വാങ്ങിച്ചിട്ട് കഴിച്ചു, എനിക്കറിയോ എന്ന് ചോദിക്കാമെന്ന്. പൊതിച്ചോറ് നമ്മുടെ കേരളക്കാരുടെ വിഭവമാണല്ലോ, അതുകൊണ്ടായിരിക്കും എന്നോട് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ ശരി ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ളത്. അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷവും ചിരിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ കാരണം കൊണ്ട് ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ അങ്ങ് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. ഫിഷ്, മുട്ട, കല്യാണ സമയം eating only. Sandra, control. Authentic Kerala food. Let it go to Shruti. She told yesterday only. ഒരു സാധാരണ പൊതിച്ചോറ് എന്തുമാത്രം സന്തോഷം അന്നത്തെ ദിവസം തന്നെയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവരൊരു സന്തോഷം കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെയും പ്രാർത്ഥന അത് തന്നെയായിരുന്നു, ഇഷ്ടപ്പെടണേ എന്നുള്ളത്. എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലായല്ലോ അവർക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ ആ ഇലയൊന്ന് നോക്കിയൊക്കെ അതിലൊരു വറ്റ് ബാക്കിയില്ലാണ്ട് എല്ലാം അവസാനിച്ചു കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷമായി അവർ സാറ്റിസ്ഫാക്ഷൻ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ഉച്ച വരെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലേക്ക് പോരുന്ന വഴി നമ്മളിത് ഇവിടെ ഒരു സമ്മർ ക്യാമ്പിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു ഡോൺ ബോസ്കോ കോളേജ് ഉണ്ട്, അവിടെയാണ് ഈ സമ്മർ ക്യാമ്പ് നടക്കുന്നത്. ഇവിടത്തേക്ക് വരാനുള്ള കാരണം വേറൊന്നല്ല, നമ്മുടെ തനും പിക്കും പിന്നെ നമ്മുടെ നൈബർ കുട്ടിയൊക്കെ ഇവിടെ സമ്മർ ക്യാമ്പിന് വരുന്നുണ്ടായിരുന്നു. ഒരു 10 ദിവസത്തെ ക്യാമ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരിക്കത്തില്ലേ, അപ്പോൾ പള്ളിയിലെ അച്ഛനൊക്കെ കൂടിയിട്ട് നടത്തുന്ന ഒരു ക്യാമ്പൊക്കെയാണ് എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് പിക്കും തനുകുട്ടിയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കുന്ന പിന്നെ അവരെയും കൂടി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീട്ടിലും ഇതുപോലെ പൊതിച്ചോറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾക്കും എനിക്കും ശരത്തേട്ടനൊക്കെ കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പൊതി എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ അതിൽ തനക്കുട്ടി ഒന്ന് കഴിച്ചായിരുന്നു. അവൾ കഴിച്ചിട്ട് അവൾ എണീറ്റ് പോയി അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പിക്കുമോൻ എൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞ കാരണം കൊണ്ട് എന്നാൽ പിന്നെ ഞാനും അവനും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയോ, ഞാനങ്ങ് വാരിക്കൊടുക്കുമല്ലോ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെയും വെയിറ്റ് ചെയ്തിട്ടിരുന്നത്. കുഞ്ഞല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഗ്രഹം പറയുമ്പോൾ ഞാൻ വാരിയൊക്കെ കൊടുക്കും. എന്നാലും ഞാൻ തനക്കുട്ടീനെ കൂടി വിളിച്ചിനി. ഇപ്പോൾ ഞാൻ വാരി കൊടുക്കണ കാണുമ്പോൾ അവൾക്ക് ഒരു വിഷമം വരണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനെയും പിടിച്ച് അടുത്തിരുത്തിയിട്ടുണ്ട്. ഒരു ഉരുളിയൊക്കെ കഴിക്കുള്ളൂ. അവൾ കഴിച്ചു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. അവൾ കഴിച്ചായിരുന്നു വിശപ്പ് കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ അവൾക്കൊരു വായ കൊടുത്തു. ഇനി പിക്കുമോൻ്റെ ഊഴാണ്, ഞാനും കൂടി കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഒത്തിരി അധികം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ളവരിങ്ങനെ ഹാപ്പി ആയിട്ട് കാണുമ്പോൾ നമ്മൾ കാരണം കൊണ്ടാണോ അല്ലേ എന്നുള്ളതല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കാണുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം നമ്മളാൽ കൂടി അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരം കൂടുമെന്ന് പറയില്ല, ആ ഒരു സന്തോഷം കൂടുമെന്ന് പറയില്ല. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ പൊതിച്ചോറ്. ഇനിയിപ്പോൾ സമയമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തായിരുന്നു. കാര്യം നമുക്കിങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാലാണ് ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് നേരം പൊതിഞ്ഞ് വയ്ക്കണം, വാഴയില കിട്ടണം. ഈ വാഴയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തപ്പാത്ത സ്ഥലമില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ വാഴയില എളുപ്പം ലഭിക്കും. അല്ലാത്ത സമയത്തൊക്കെ മാർക്കറ്റിലൊക്കെ പോയാലായിരിക്കും വാഴയില കിട്ടുന്നത്. പക്ഷേ ലക്കിലി ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടി എനിക്ക്. അപ്പോൾ അതാണ് പറയുന്നത്, എല്ലാം നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ എങ്ങനെയാണെങ്കിലും ദൈവം അത് കൊണ്ടുവന്ന് തരും. ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു കേട്ടോ, അത് എന്തായാലും ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ അത് നടക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇന്ന് ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളും നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ടപ്പോൾ സന്തോഷിച്ചു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നെല്ലാം ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, കൂട്ടത്തിൽ കൂടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി പറയുവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നല്ല സന്തോഷമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാരണം കൂടി ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്നേ. എന്നാൽ പിന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.